ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. എന്തെങ്കിലും സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കൂടാതെ ഇതിലേക്ക് ചൈന ഗ്രാസ്, ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുഡിങ് റെഡിയാക്കാനായിട്ട് നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് മാമ്പഴമാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് ഈ പുഡിങ്ങിന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ മാമ്പഴം ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഇല്ലേ, അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാക്കിയുള്ള മാംഗോ പ്യൂരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന മാംഗോ പ്യൂരിയും പാലും ചേർത്ത് മിക്സ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ അളവെന്ന് പറയുന്നത് പുഡിംഗ് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും കേട്ടോ. ഇതുപോലൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന പാലിൻ്റെ മാംഗോയുടെ മിക്സിൽ അതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. രണ്ട് ലെയർ ബ്രെഡ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പാൽ മിക്സ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും മാംഗോയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.